പലപ്പോഴും ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, ദീർഘമായ ഈ സഞ്ചാരകാലത്തിനിടയ്ക്ക് യാത്രകളിലുണ്ടായ ഏറ്റവും മോശം അനുഭവങ്ങൾ അത് ഏതൊക്കെ നാട്ടിൽ വെച്ചാണ് ഉണ്ടായെന്ന്. 10-28 വർഷം നിരന്തരമായി ലോകയാത്രകൾ നടത്തുമ്പോൾ ഏതെങ്കിലുമൊക്കെ നാട്ടിൽ വെച്ച് അവിടുത്തെ ആളുകളിൽ നിന്ന്, അവിടുത്തെ ഉദ്യോഗസ്ഥരിൽ നിന്ന്, ചിലപ്പോൾ എയർപോർട്ടിൽ നിന്ന്, അല്ലെങ്കിൽ പോലീസുകാരിൽ നിന്ന്, ഹോട്ടലിൽ നിന്ന് ഒക്കെ നമുക്ക് മോശം അനുഭവം ഉണ്ടാവും. ബസ് യാത്ര നടത്തുമ്പോൾ ബസ്സിലെ ഡ്രൈവറിൽ നിന്ന് പോലും എനിക്ക് മോശം അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഏറ്റവും മോശമായ, ഇന്നു മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കറുത്ത ഏടായിട്ട് ഞാൻ കരുതുന്ന ഒരു സംഭവം ഉണ്ടായത് ഇംഗ്ലണ്ടിൽ വെച്ചിട്ടാണ്. ഇംഗ്ലണ്ടിലെ ലങ്കാസ്റ്റർ എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ വെച്ച്. ആ കഥയിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് നമ്മളിപ്പോൾ ലണ്ടനിലാണ് താമസിക്കുന്നത്. ലണ്ടനിലെ ബ്രയാൻസ്റ്റൺ ഹോട്ടലിൽ. ഇത് 4-ാമത്തെ ദിവസം രാവിലെയാണ്. ഇന്നലെ നമ്മൾ വിൻസർ കാസിലേക്കും ബാത്ത് എന്ന് പറയുന്ന ചരിത്ര നഗരത്തിലേക്കും ഒക്കെ പോയി. ഇന്ന് എനിക്ക് ലങ്കാസ്റ്ററിലേക്ക് പോകണം. അതായത് ഇന്ന് ഞാൻ യാത്ര ആരംഭിക്കുകയാണ് ഇംഗ്ലണ്ടിൻ്റെ, സ്കോട്ട്ലൻഡിൻ്റെ ഒക്കെ ഉൾനാടുകളിലേക്ക്. ദീർഘമായ യാത്രയാണ്. അത് ട്രെയിനിലും ബസ്സിലും ഒക്കെ ആയിട്ടാണ് പോകേണ്ടത്. തനിച്ചാണെന്ന് ഓർക്കണം. വലിയ നിശ്ചയമൊന്നുമില്ല ഇംഗ്ലണ്ടിനെ. അക്കാലത്ത് സഞ്ചരിക്കുമ്പോൾ ബ്രിട്ടീഷുകാർ പറയുന്ന ഇംഗ്ലീഷ് പോലും എനിക്ക് നേരം മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. 3-4 തവണയൊക്കെ വീണ്ടും വീണ്ടും ക്ഷമിക്കണം, ഒന്നുകൂടെ പറയൂ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അന്ന് ഞാൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് പക്ഷേ ഉച്ചവരെ എനിക്ക് ലണ്ടൻ നഗരത്തിൽ ചില കാഴ്ചകളൂടെ കാണാനുണ്ട്. ലണ്ടനിലെ പ്രസിദ്ധമായൊരു പരിപാടിയാണ് അവിടുത്തെ ചേഞ്ചിങ് ഓഫ് ഗാർഡ്സ്. ബക്കിംഗ്ഹാം പാലസ്, ബ്രിട്ടീഷ് രാജാവിൻ്റെ അല്ലെങ്കിൽ രാജ്ഞിയുടെ ആസ്ഥാനമായ ബക്കിംഗ്ഹാം പാലസിലെ ഗാർഡുകളുടെ ചേഞ്ചിങ് പരേഡ്. ഇന്ന് ആ ചേഞ്ചിങ് പരേഡ് ഉള്ള ദിവസമാണ്. അതൊന്ന് കാണണം, അതൊന്ന് ഷൂട്ട് ചെയ്യണം. കാരണം അതുകൂടെ ഷൂട്ട് ചെയ്തില്ലെങ്കിൽ ലണ്ടനിൽ താമസിക്കുന്ന ധാരാളം മലയാളികൾ, സഞ്ചാരത്തിൻ്റെ പ്രേക്ഷകരുണ്ടല്ലോ, അവർ ചോദിക്കും, നിങ്ങൾ അവിടം വരെ വന്നിട്ട് എന്തുകൊണ്ട് അത് മിസ്സായി? അപ്പോൾ ഓരോ നാട്ടിലും ജീവിക്കുന്ന മലയാളികൾ പലപ്പോഴും സഞ്ചാര സംരക്ഷണം ചെയ്യുമ്പം അവർക്കറിയുന്ന അവരുടെ അറിവും വിജ്ഞാനവും ഒക്കെ വെളിവാക്കാൻ വേണ്ടി പലപ്പോഴും നമ്മളോട് ചോദിക്കും, നിങ്ങൾ അവിടെ പോയില്ലേ? അയ്യോ, അവിടെയല്ലായിരുന്നോ പോകേണ്ടത്? അപ്പോൾ അങ്ങനെ ഒരു കാര്യം, അങ്ങനെ ഒരു ചോദ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നഗരത്തിലെ പ്രധാന കാഴ്ചകളൊക്കെ നമ്മൾ ചിത്രീകരിക്കും. ഞാൻ അവിടെ നിന്നൊരു സിറ്റി ബസ്സിൽ കയറി ട്രഫാൽഗർ സ്ക്വയറിൽ പോയി ഇറങ്ങി. ട്രഫാൽഗർ സ്ക്വയർ കഴിഞ്ഞ ദിവസം നമ്മൾ സിറ്റി ടൂർ നടത്തിയപ്പോൾ കണ്ടതാണ്. മനോഹരമായൊരു സ്ക്വയറാണ് ട്രഫാൽഗർ സ്ക്വയർ എന്ന് പറയുന്ന ആ പരിസരമൊക്കെ പ്രൗഢഗംഭീരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ന്യൂയോർക്കിൻ്റെ ടൈം സ്ക്വയർ പോലെ ആളുകൾ ഒത്തുചേരുന്ന ധാരാളം പരസ്യ ഡിസ്പ്ലേകളുള്ള, വിശ്രമിക്കാനും കഥ പറയാനും വെറുതെ ചുറ്റി നടക്കാനും ഒക്കെ ആളുകൾ എത്തുന്ന അതിഗംഭീരമായ പ്രൗഢമായൊരു സ്ക്വയറാണ് ഈ ട്രഫാൽഗർ സ്ക്വയർ. ഞാൻ ആ ട്രഫാൽഗർ സ്ക്വയറിലേക്ക് ചെല്ലുന്നു. ട്രഫാൽഗർ സ്ക്വയർ അതിസുന്ദരമായൊരു പ്രദേശമാണ്. കുറേ ഭാഗമൊക്കെ നിലമൊക്കെ നല്ല മാർബിൾ വിരിച്ച സ്ഥലങ്ങൾ. അവിടെ വലിയൊരു സ്തംഭമുണ്ട്. അത് ലോർഡ് നെൽസൺ എന്ന് പറയുന്ന ഒരു പ്രഭുവിൻ്റെ സ്മാരകമാണ്. സ്മാരകം മാത്രമല്ല, ആ സ്തംഭത്തിൻ്റെ മുകളിൽ ലോർഡ് നെൽസൺ നിൽക്കുന്ന വലിയൊരു പ്രതിമയൊക്കെ ഉണ്ട്. അതിൻ്റെ ചുവട്ടിലായിട്ട് 2 സിംഹപ്രതിമകളുണ്ട്. ലോഹം വാർത്തുണ്ടാക്കിയ ഗംഭീര സിംഹപ്രതിമകളാണ്. ഈ സിംഹപ്രതിമകൾക്കൊരു കഥയുണ്ട്. ഈ ലോർഡ് നെൽസൻ്റെ നേതൃത്വത്തിൽ ഫ്രഞ്ചുകാരെ ട്രഫാൽഗർ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി കഴിഞ്ഞ് ഫ്രഞ്ചുകാരുടെ ആയുധങ്ങളെല്ലാം പിടിച്ചെടുത്തു. പീരങ്കി ഉൾപ്പെടെയുള്ള ആയുധങ്ങളെല്ലാം പിടിച്ചെടുത്തത് അവർ കൊണ്ടുവന്നിട്ട് ഉരുക്കിയിട്ടാണ് ഈ 2 സിംഹപ്രതിമകൾ, കൂറ്റൻ സിംഹപ്രതിമകൾ ഉണ്ടാക്കിയെന്നാണ് എൻ്റെ കഥ. അപ്പോൾ ഈ ട്രഫാൽഗർ സ്ക്വയറിൽ നിന്ന് ഒരു പാത നീണ്ടു പോകുന്നത് ബക്കിംഗ്ഹാം പാലസിൻ്റെ മുറ്റം വരെയാണ്. അതാണ് രാജപാത, ദ മാൾ എന്നാണ് അതറിയപ്പെടുന്നത്. അപ്പോൾ ആ പാതയിലൂടെ നടന്നാൽ അതിൻ്റെ 2 വശത്തും ആദ്യ ഭാഗത്ത് കുറേയൊക്കെ പ്രൗഢമായ കുറേ മന്ദിരങ്ങളൊക്കെയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വലിയൊരു ഉദ്യാനത്തിലേക്ക് എത്തും. സെയിൻറ്റ് ജെയിംസ് പാർക്ക് എന്ന് പറയുന്നൊരു ഉദ്യാനം. അതെനിക്കറിയാം, ഞാൻ മാപ്പ് നോക്കി ഇതൊക്കെ പഠിച്ചിട്ടാണ് രാവിലെ ഇറങ്ങുന്നത്. കുറേ ഇരുന്ന് മെനക്കെടും, തലേദിവസം രാത്രിയും പിറ്റേ ദിവസം രാവിലെയൊക്കെ ആയിട്ട്. അങ്ങനെ നടന്ന് നമ്മൾ കുറച്ച് നിന്ന് കഴിയുമ്പോഴത്തേക്കും സെൻറ്റ് ജെയിംസ് പാർക്ക് ഇടതുവശത്ത് കാണുന്ന അതിവിശാലമായൊരു ഉദ്യാനമാണ്. ഉദ്യാനം എന്ന് പറഞ്ഞാൽ വലിയ പുൽമേട്. ഈ പുൽമേടിൻ്റെ നടുക്ക് വലിയൊരു തടാകം. ഈ തടാകത്തിനകത്ത് നീന്തി തുടിക്കുന്ന ധാരാളം പക്ഷികൾ, ജലപക്ഷികൾ, താറാവിൻ്റെയൊക്കെ സ്വഭാവമുള്ള പക്ഷികൾ. അതിൻ്റെ ഓരങ്ങളിൽ ഒരേ ഇനത്തിൽ ഉള്ള പൂച്ചെടികൾ. ആ ചെടികളിലെല്ലാം ആയിരക്കണക്കിന് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. അത് മനോഹരമായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നു. അങ്ങനെയാണ് ഇത്തരം ഉദ്യാനങ്ങൾ, അതിമനോഹരമാണ്. വീണ്ടും നടന്ന് നമ്മൾ എത്തുന്നത് ബക്കിംഗ്ഹാം പാലസിൻ്റെ മുന്നിലേക്കാണ്. പാലസിൻ്റെ മുന്നിലേക്ക് പല സൈഡിൽ നിന്ന് വഴികൾ വന്നു ചേരുന്ന ഒരു ജംഗ്ഷൻ കൂടിയാണ്. വലിയൊരു സ്ക്വയറാണ് ഈ പാലസിൻ്റെ മുറ്റം. അവിടെ വലിയൊരു ഫൗണ്ടനും ഒരു സ്മാരകവുമുണ്ട്. ശില കൊണ്ട്, വെണ്ണക്കല്ല് കൊണ്ട് പണിത ഒരു സ്മാരകം. അതാണ് അതിൻ്റെ നടുക്ക്. അതിനെ ചുറ്റിയാണ് ഈ വണ്ടികളെല്ലാം കടന്നു പോകുന്നത്. അതിൻ്റെ മറുവശത്താണ് ബക്കിംഗ്ഹാം പാലസ്. ബക്കിംഗ്ഹാം പാലസ് എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരം പടങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള ഡയാന മരിക്കുമ്പോൾ അവർക്ക് വേണ്ടി പുഷ്പചക്രം അർപ്പിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയ ആ മുറ്റം, അല്ലെങ്കിൽ ചാൾസും കാമില്ലയും രാജാവും രാജ്ഞിയായി മാറിയപ്പോൾ ആ ചടങ്ങുകൾ നടന്ന ആ മുറ്റം, അല്ലെങ്കിൽ
എലിസബത്ത് രാജ്ഞി മരിച്ചപ്പോൾ അവർക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ ആയിരങ്ങൾ തടിച്ചുകൂടിയാൻ പറ്റും. അതൊക്കെ ന്യൂസിലൂടെ നിരന്തരം നമ്മൾ കണ്ടിട്ടുള്ള ബക്കിംഗ്ഹാം പാലസ്. അതിൻ്റെ മുറ്റത്തിന് പുറത്താണ് ഈ സ്ക്വയർ. ഈ സ്ക്വയറിൻ്റെ നടുക്ക് ഈ ഒരു സ്മാരകം. ഈ സ്മാരകം ബ്രിട്ടനിലെ എക്കാലത്തെയും പ്രൗഢയായ അല്ലെങ്കിൽ ഗാംഭീര്യമാർന്ന ഭരണാധികാരിയായിരുന്ന വിക്ടോറിയ രാജ്ഞിക്കുള്ള സ്മാരകമാണ്. ലോകചരിത്രത്തിൽ തന്നെ ഏറ്റവും ഭാഗ്യവതിയായ ഒരു ഭരണാധികാരി വിക്ടോറിയ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് അവർ ഭരിച്ച കാലത്ത് ബ്രിട്ടൻ അതിൻ്റെ പ്രൗഢിയുടെ വിജയത്തിൻ്റെ ഔന്നത്യത്തിലായിരുന്നു. 1819 ജനിച്ച് അവർ മരിക്കുന്നത് 1901 1819 മുതൽ 1901 വരെയാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ അവർ ജീവിച്ച കാലത്താണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടക്കുന്നത്. അതായത് ലോകത്തുള്ള പല പുതിയ കണ്ടുപിടുത്തങ്ങളും മുന്നേറ്റങ്ങളും ഉണ്ടായത്. അതുപോലെ തന്നെ ബ്രിട്ടന് ലോകം മുഴുവൻ കോളനികളുണ്ടായത്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന നിലയിൽ അങ്ങ് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള ഭൂഭാഗങ്ങളിൽ മുഴുവൻ ബ്രിട്ടൻ ആധിപത്യം സ്ഥാപിച്ചത്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഭീഷണിപ്പെടുത്തിയും തോക്കു ചൂണ്ടിയും ഒക്കെ ആയിട്ടും സമ്പത്ത് ബ്രിട്ടനിലേക്ക് ഒഴുകിയൊരു കാലം. പുതിയ പുതിയ ഭൂഖണ്ഡങ്ങൾ കണ്ടെത്താൻ ആളുകൾ സഞ്ചാരങ്ങൾ നടത്തിയിരുന്ന കാലം. പുതിയ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള സമ്പത്ത് വലിയ തോതിൽ ബ്രിട്ടനിലേക്ക് ഒഴുകിയെത്തിയിരുന്ന കാലം. എന്നാൽ പറയത്തക്ക രാഷ്ട്രീയ പ്രശ്നങ്ങളോ യുദ്ധങ്ങളോ ഒന്നും അധികം നേരിടേണ്ടി വന്നിട്ടില്ലാത്തൊരു കാലം. ഒന്നാം ലോകയുദ്ധം പോലും ഈ വിക്ടോറിയ രാജ്ഞിയുടെ മരണത്തിന് ശേഷമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് വലിയ യുദ്ധങ്ങളോ വലിയ പ്രശ്നങ്ങളോ വലിയ വെല്ലുവിളികളോ ഒന്നും നേരിടാതെ ബ്രിട്ടനിലെ ഏറ്റവും ബ്രിട്ടീഷുകാർ ചിന്തിച്ചാൽ അവരുടെ ഏറ്റവും സുവർണ്ണകാലം. ഒന്നാലോചിച്ച് നോക്കിയാൽ ഇന്ത്യക്കാരുടെ സുവർണ്ണകാലം എന്ന് കരുതുന്നത് നമ്മൾ ഏറ്റവും പ്രതാപത്തോടെ ജീവിക്കുകയും അന്യനാടുകളിൽ നിന്ന് ഏറ്റവും പണം ഇങ്ങോട്ട് വരികയും ഇവിടെ ഏറ്റവും സമ്പന്നമായി ഇന്ത്യക്കാർ ജീവിക്കുകയും ചെയ്യുന്ന കാലമാണല്ലോ. ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും നല്ല കാലം എന്ന് പറയുന്നത് ഈ വിക്ടോറിയൻ കാലഘട്ടമായിരുന്നു. അപ്പോൾ ആ രാജ്ഞിയുടെ സ്മരണയ്ക്കായിട്ട് ഒരു ഗംഭീര ഫൗണ്ടനും വലിയൊരു സ്മാരകമൊക്കെ പണിതിരിക്കുന്നു. ഇവിടെ ഈ സ്ക്വയറിന് ചുറ്റും ആളുകളെ നിയന്ത്രിച്ച് നിർത്തുന്ന പോലീസുകാരുണ്ട്. പോലീസുകാരിൽ കുറേ പേര് കുതിരപ്പുറത്താണ്. ഈ കുതിരപ്പുറത്ത് അങ്ങും പോകുന്നു. കുതിരപ്പുറത്ത് പോകുന്ന പോലീസുകാരിൽ പോലീസുകാരികളുമുണ്ട്, സ്ത്രീകളുമുണ്ട്. അവരിങ്ങനെ ആളുകളെ വകഞ്ഞു മാറ്റി എവിടെ നിൽക്കണമെന്ന് കാണിച്ചു കൊടുക്കുന്നു. പരേഡ് തുടങ്ങാറായപ്പോഴത്തേക്കും ഒരു 11 മണിയൊക്കെ ആകാറായപ്പോഴത്തേക്കും ജനം വന്ന് നിറഞ്ഞു. ഇത് മുഴുവൻ ടൂറിസ്റ്റുകളാണ്. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞു ഈ സ്ക്വയർ. ചിലർ ഇതിൻ്റെ മതിലിൻ്റെ മുകളിലൊക്കെ കയറാൻ തുടങ്ങും. അപ്പോൾ പോലീസിന് താഴെ ഇറക്കും. മറ്റൊരു കാര്യം, കുട്ടികളെ ഈ പോലീസുകാർ കൈകാര്യം ചെയ്യുന്ന രീതി എനിക്ക് കൗതുകമായിട്ട് തോന്നി. കുട്ടികളുടെ അടുത്ത് പോയി നിലത്ത് മുട്ടുകുത്തി നിന്നിട്ട് അവർക്ക് ഈ കഥകൾ പറഞ്ഞു കൊടുക്കുക. ഈ വിക്ടോറിയ രാജ്ഞിയുടെ പ്രതിമയൊക്കെ കാണിച്ചിട്ട് അതിൻ്റെ കഥ പറഞ്ഞു കൊടുക്കുന്ന പോലീസുകാർ. ആളുകൾ സംശയം ചോദിക്കുമ്പം ശാന്തമായി ക്ഷമയോടെ അവർക്ക് രസകരമായ കഥ പറഞ്ഞു കൊടുക്കുന്ന ഒരു ടൂർ ഗൈഡിന് പോലെ നിൽക്കുന്ന പോലീസുകാർ. നമ്മൾ എന്തെങ്കിലും അല്പം വേലിക്ക് അപ്പുറത്തേക്ക് കടന്നാൽ വന്നിട്ട് വളരെ ശാന്തമായി മര്യാദയോടുകൂടി നമ്മളോട് അകത്ത് കയറി നിൽക്കാൻ പറയുന്ന പോലീസുകാർ. അപ്പോൾ അവിടുത്തെ പോലീസുകാരുടെ ഒരു പക്വത, കൾച്ചർ ഒക്കെ നമ്മളെ ആകർഷിക്കും. ലോകത്തെവിടെയും ഞാൻ ഈ ലോകയാത്ര നടത്തും പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവേ ഈ വികസിത നാടുകളിലൊക്കെ പലയിടത്തും നമ്മൾ പോലീസിനെ കാണില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ നമ്മൾ ദുബായിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങളൊരു പോലീസുകാരനെ കാണില്ല. അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങളൊരു പോലീസുകാരനെ കാണില്ല. സിംഗപ്പൂർ പോലും ഞാൻ പോലീസുകാരനെ കാണുമെന്ന് സംശയമാണ്. വിയറ്റ്നാമിലൂടെ ഞാൻ അടുത്ത കാലത്ത് സഞ്ചരിച്ചിട്ടുണ്ട്, ഒരൊറ്റ പോലീസുകാരനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഒരു പ്രശ്നമുണ്ടായാൽ അടുത്ത സെക്കൻഡിൽ ഈ പോലീസുകാർ അവിടെ ഉണ്ടാവും. പ്രശ്നമുണ്ടായാൽ അവനെ അടിക്കുക, ഇടിക്കുക, തൊഴിക്കുക, ചീത്ത വിളിക്കുക, ഇതൊന്നും അല്ല അവർ ചെയ്യുക. അവരെ അടുത്തേക്ക് വിളിക്കുന്നു, കാര്യങ്ങൾ പറയുന്നു. നിങ്ങളിങ്ങനെ ഒരു ഒഫൻസ് കാണിച്ചിരിക്കുന്നു, അതിനൊന്നെങ്കിൽ ഇപ്പോൾ ഫൈന് നിങ്ങൾ അടയ്ക്കേണ്ടി വരും, അതല്ലെങ്കിൽ നമുക്ക് എൻ്റെ കൂടെ വരൂ, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. ഇതൊക്കെ വളരെ മാന്യമായിട്ടും വളരെ മര്യാദയോടുകൂടി ആളുകളോട് പെരുമാറുന്ന സംസാരിക്കുന്ന പോലീസിനെ നമ്മൾ കാണുന്നത്. ഈ പോലീസുകാരൻ്റെ അടുത്ത് ആളുകൾ പെരുമാറുന്നു അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. കേരളത്തിൽ പലപ്പോഴും പോലീസുകാരായിട്ട് പല പരിപാടികളും നമ്മൾ സഫാരിയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ അവർ പറയാറുള്ളൊരു കാര്യമുണ്ട്, കേരളത്തിൽ മര്യാദ കാണിക്കണമെന്ന് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, പലരും വന്ന് മര്യാദ കാണിക്കുന്ന പോലീസിൻ്റെ ഒരു കഴിവുകേടായിട്ട് കണ്ട് അവരുടെ മുഖത്ത് കയറാൻ ചെല്ലും. അവിടെയാണ് ഈ പോലീസിൻ്റെ നിലവിട്ട് പോകുന്നത് പലപ്പോഴും. കൂടാതെ അവരുടെ വർക്ക് ലോഡ്, ഒരു ദിവസം നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, അത് പരിഹരിക്കാനെടുക്കുന്ന എഫേർട്ട്, അതിന് ജനങ്ങളുടെ അടുത്ത് നിന്ന് മാത്രമല്ല മുകളിൽ നിന്ന് രാഷ്ട്രീയക്കാരുടെ വരെയുള്ള പ്രഷറും ചീത്തവിളിയും ഇതൊക്കെ കൂടെ ഇവരെ വലിയ പ്രശ്നത്തിലാക്കുന്നുണ്ട്. എങ്കിലും പരിശീലനത്തിൽ ഇവർക്ക് വേണ്ട രീതിയിൽ ഈ പറഞ്ഞൊരു ഗ്ലോബൽ വീക്ഷണം കിട്ടുന്ന രീതി പലപ്പോഴും പരിശീലിപ്പിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഒരറ്റത്തുനിന്ന് ബാൻഡ് ശബ്ദം കേട്ടു. വലിയൊരു പരേഡ് ഒരു സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ വരികയാണ്. ആദ്യം ബാൻഡ്, ആദ്യം വരുന്നത് കുറേ കുതിര പോലീസുകാരാണ്, കുതിരപ്പുറത്ത് ഇങ്ങനെ വരുന്നു. അതിൻ്റെ പിന്നിൽ ബാൻഡുകാർ, അതിൻ്റെ പിന്നിൽ പരേഡായി ഈ ഗാർഡുകൾ, അതിങ്ങനെ അടുത്തടുത്ത് വരുന്നു. ഞാനതിനെ പല ആംഗിളിൽ ഓടി നടന്ന് ഒക്കെ ഷൂട്ട് ചെയ്തു. അവരിങ്ങനെ വരികയാണ്. അപ്പോഴത്തേക്ക് ജനം രണ്ട് സൈഡിൽ നിറഞ്ഞു കഴിഞ്ഞു.
ഇങ്ങനെ വന്ന് ഈ വിക്ടോറിയയുടെ ആ സ്മാരകത്തെ ചുറ്റി കൊട്ടാരത്തിനകത്തേക്ക് കടന്നു പോകുന്നു. അവരകത്ത് ചെന്ന് എന്തൊക്കെയോ ചടങ്ങുകൾ നടക്കുന്നു. നമ്മൾ ഈ ഗേറ്റിന് പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഈ അഴിക്കകടക്കൂടെ കാണണം. അഴിയുടെ അവിടെയെല്ലാം ജനം നിറഞ്ഞു നിൽക്കുക. ഞാനിത് കാണാൻ വേണ്ടി എന്ത് ചെയ്തു, ഈ വിക്ടോറിയയുടെ സ്മാരകത്തിൻ്റെ അവിടെ കുറച്ച് പടിക്കെട്ടുകളുണ്ട്, അതിൻ്റെ മുകളിൽ കയറി നിന്നു. എല്ലാവരും അവിടെ കയറി നിൽക്കുന്നുണ്ട്, ഞാനും അവിടെ കയറി സ്ഥാനം പിടിച്ചു. അവിടെ നിന്നാൽ കുറച്ച് ഉയരത്തിലാണ് കാഴ്ചകൾ കാണാം. കുറേ ദൃശ്യങ്ങൾ പകർത്തിയെടുത്തു. അവിടെ പതാക കൈമാറുന്ന ചടങ്ങ്, എന്തൊക്കെയോ പരേഡുകൾ, അവർ തമ്മിലുള്ള ആചാര ഉപചാര പരിപാടികളൊക്കെ നടക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റൊരു സ്ട്രീറ്റിൽ നിന്ന് വേറൊരു സ്ട്രീറ്റിൽ നിന്ന് ഇതേപോലെ തന്നെ കുതിരപ്പ പോലീസിൻ്റെ അകമ്പടിയോടുകൂടി, അല്ലെങ്കിൽ കുതിര പോലീസ് മുമ്പേ വരുന്നു, പുറകെ ബാൻഡുമായിട്ട് ഇവർ വരുന്നു, ഗാർഡുകൾ വരുന്നു, അതിൻ്റെ പുറകെ പരേഡായിട്ട് ഗാർഡുകൾ വരുന്നു. ഇവരെല്ലാം വീണ്ടും മുറ്റത്ത് വരുന്നു, സംഗമിക്കുന്നു, കുറച്ച് കസർത്തുകളൊക്കെ നടക്കുന്നു. ഇനിയും വീണ്ടും എവിടെ നിന്നൊക്കെയോ വരാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ആളുകൾ കാത്തു നിൽക്കുകയാണ്. ഈ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുക. എപ്പോഴത്തേക്ക് സമയം ഒരു 1.5 മണിക്കൂർ പിന്നിട്ടു. അപ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ട്, ഇവിടെ ഇങ്ങനെ നിന്നാൽ പോരാ. ഉച്ചയ്ക്കുള്ളൊരു ട്രെയിനിൽ എനിക്ക് ലങ്കാസ്റ്റർ എന്ന് പറഞ്ഞ നഗരത്തിലേക്ക് പോകണം. ഞാൻ നേരത്തെ പറഞ്ഞ നഗരം, അവിടെയാണ് ഇന്ന് രാത്രി പോയി താമസിക്കേണ്ടത്. അങ്ങോട്ട് എപ്പോഴാണ് ട്രെയിനുള്ളതെന്ന് പോലും എനിക്കറിയത്തില്ല. ഉച്ചയ്ക്ക് പോയാൽ ഇത് വടക്കൻ ഇംഗ്ലണ്ടിലേക്ക് അല്ലെങ്കിൽ സ്കോട്ട്ലൻഡിലേക്ക് പോകുന്ന ട്രെയിനുകളൊക്കെ ഈ ലങ്കാസ്റ്റർ വഴി പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എപ്പോഴും ഓരോ മണിക്കൂർ ഇടവിട്ടെങ്കിലും ട്രെയിൻ ഉണ്ടാവേണ്ടതാണ്. ഞാൻ തിരിച്ച് നടക്കാൻ തീരുമാനിച്ചു. അപ്പം അവിടെ നിന്ന് ഒരു ടാക്സി വിളിച്ച് പോയാലോ എന്ന് ആയി ചിന്ത. പക്ഷേ അപ്പോഴൊരു കാര്യം പ്രശ്നം മനസ്സിലായത്, ഈ പരേഡ് തുടങ്ങിയത് കൊണ്ട് ഇനിയിപ്പോൾ ഈ വഴിയിലൂടെ ടാക്സി വിടില്ല. അപ്പോൾ പിന്നെ നടക്കുകയോ ഓടുകയോ ചെയ്യാൻ തീരുമാനിച്ചു. വന്ന വഴിയിലൂടെ ട്രഫാൽഗർ സ്ക്വയറിൽ ചെന്നാൽ ഇനിയൊരു വണ്ടിയോ ടാക്സിയോ കിട്ടുകയുള്ളൂ, ബസ്സോ ടാക്സിയോ കിട്ടുകയുള്ളൂ. ഞാൻ തിരിച്ചു നടന്നു, ട്രഫാൽഗർ സ്ക്വയറിലെത്തി. ട്രഫാൽഗർ സ്ക്വയറിൽ എത്തുമ്പോൾ അവിടെ സജീവമായി. ഈ സമയമായപ്പോഴത്തേക്കും നല്ല ധാരാളം ജനങ്ങൾ, വിദ്യാർത്ഥികളുടെ സംഘങ്ങൾ, യുവാക്കൾ, പത്രം വിൽക്കുന്ന ആളുകൾ. ഞാനീ ചെല്ലുന്ന കാലത്തൊക്കെ പത്രത്തിൻ്റെ, ബ്രിട്ടീഷ് ടാബ്ലോയിഡ് പത്രങ്ങളിലൊക്കെ പ്രതാപകാലമാണ്. ഈ പാപ്പരാസികൾ എന്ന് നമ്മൾ പലപ്പോഴും പണ്ട് കളിയാക്കിയിരുന്ന തരത്തിലുള്ള മഞ്ഞപ്പത്രക്കാരാണ് ഇവരൊക്കെ. ഈ ടാബ്ലോയിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഇപ്പോൾ മാതൃഭൂമി, മനോരമയൊക്കെ പോലുള്ള പത്രങ്ങളിലെ പകുതി സൈസേ ഉണ്ടാവുള്ളൂ. ഈവനിങ്ങറുകളൊക്കെ പണ്ടുണ്ടായിരുന്നു അതുപോലെ. അപ്പോൾ അതൊരു ബഞ്ചുണ്ടാവും, അതൊരു 10, 60, 70 പേജുണ്ടാവും. 1 കിലോ എങ്കിലും ഉണ്ടാവും ഒരു പത്രം. ഈ പത്രത്തിനകത്ത് മുഴുവൻ ഗോസിപ്പ് കഥകളായിരിക്കും. അതായത് രാജാവിൻ്റെ കൊട്ടാരത്തിനകത്ത് ആരോ ഉണിഞ്ഞു നോക്കി, അല്ലെങ്കിൽ അവിടുത്തെ വാച്ചറും രാജകുടുംബത്തിലെ പ്രധാന വ്യക്തിയായിട്ടുള്ളൊരു പ്രണയം, അതല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ ഒരു അംഗവും മന്ത്രിയുമായിട്ടുള്ള അവിഹിതം, ഇങ്ങനെ കഥകളും കെട്ടുകഥകളും. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്ങനെ പോകുന്നോ അതൊരു 10-60 കൊല്ലം മുമ്പ് ഭംഗിയായിട്ട് നടത്തിയിരുന്നവരാണ് ഈ ലണ്ടനിലെ ടാബ്ലോയിഡുകൾ എന്ന് പറയുന്നത്. ബജറ്റ് ട്രാവലേഴ്സിനും ആദ്യമായി വിദേശ ടൂറിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാൻ ഇതാ സുവർണാവസരം. സഞ്ചാരം ഒരുക്കുന്ന തായ്ലൻഡ് ടൂർ. ബാങ്കോക്ക്, പട്ടയ, ടൈഗർ സൂ, കോറൽ ഐലൻഡ്, നൂങ് നൂച്ച് ഗാർഡൻസ്, മറൈൻ പാർക്ക്, സഫാരി വേൾഡ്, പുരാതന CM പട്ടണം, ഇന്ദിര മാർക്കറ്റ് തുടങ്ങിയ ഡെസ്റ്റിനേഷനുകൾ, പ്രശസ്തമായ അൽകാസർ ഷോ, ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, ബീച്ച് വിനോദങ്ങൾ, ബോട്ട് റൈഡ്, സ്പീഡ് ബോട്ട് യാത്ര എന്നിവയെല്ലാം ആസ്വദിക്കാം. ഫുഡ് സ്ട്രീറ്റുകളും നൈറ്റ് മാർക്കറ്റുകളും സന്ദർശിക്കാം. ത്രില്ലിംഗ് തായ്ലൻഡ്. തായ്ലൻഡിൽ 4 പകലും 3 രാത്രിയും. ബുക്കിംഗിനും കൂടുതൽ വിവരങ്ങൾക്കും സന്ദർശിക്കുക sanjaram.com. ഫോൺ 7591966600. അവിടെ ബസ് സ്റ്റോപ്പിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന ഒരു വൃദ്ധനായ ഒരു മനുഷ്യനോട് ചോദിച്ചു. ഇച്ചിരി പ്രായമായി, അന്ന് ഒരു 80 വയസ്സെങ്കിലുമൊക്കെ ഉള്ള ഒരാളാണ്. അദ്ദേഹം വളരെ പ്ലസൻ്റായിട്ട് എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. അപ്പോൾ ചിരിക്കുമ്പോൾ നമുക്ക് ഒരു ബന്ധം ഉണ്ടാകുകയാണല്ലോ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്ക് യൂസ്റ്റൺ സ്റ്റേഷനിലേക്ക് പോകണം, അത് ഏത് ബസ്സൊക്കെ കയറി അവിടെ പോകാൻ പറ്റും? അപ്പോൾ പുള്ളി കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചു. യൂസ്റ്റൺ സ്റ്റേഷൻ, ഒരു കാര്യം ചെയ്യുക, നിങ്ങളൊരു കാര്യം, ഇനി ഉടനെ തന്നെ വരുന്ന ബസ്സിൽ ഓക്സ്ഫോർഡ് സർക്കസിലേക്ക് പോകുന്ന ബസ്സുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ കുറച്ച് നേരം നിൽക്കുന്നുണ്ട്. ആ ബസ്സിൽ കയറിയിട്ട് ഓക്സ്ഫോർഡ് സർക്കസിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ് കിട്ടും യൂസ്റ്റൺ സ്റ്റേഷനിലേക്ക്. അല്ലെങ്കിൽ അവിടുന്ന് ഒരു ടാക്സി വിളിച്ചാൽ മതി, 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഞാൻ നന്ദിയൊക്കെ പറഞ്ഞു. അങ്ങനെ നിന്ന് വർത്തമാനം പറഞ്ഞങ്ങ് തീരുന്നതിന് മുമ്പ് അതാ ഒരു ബസ് വരുന്നു ഓക്സ്ഫോർഡ് സർക്കസിലേക്കുള്ളത്. ഇങ്ങേര് പറഞ്ഞു, ഇതേ തന്നെ കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ അതിൽ ചെന്ന് കയറി ടിക്കറ്റ് എടുത്തു. അങ്ങനെ യാത്ര ചെയ്തു. നമ്മൾ ഓക്സ്ഫോർഡ് സർക്കസിലെത്തുന്നു. അവിടെ ഞാൻ ഇറങ്ങുന്നു. യൂസ്റ്റൺ സ്റ്റേഷനിലേക്ക് നടന്നു. ഏതാണ്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അങ്ങനെ നടന്ന് യൂസ്റ്റൺ സ്റ്റേഷനിൽ മുന്നിലെത്തി. അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അതിബൃഹത്തായ ഗംഭീരമായ സ്റ്റേഷനാണ്. ലണ്ടന് പുറത്തേക്ക് ട്രെയിനുകൾ പോകുന്ന ഒരു പ്രധാന സ്റ്റേഷനാണ് യൂസ്റ്റൺ. ഞാൻ അതിനകത്ത് ചെന്നു. അപ്പോൾ അവിടെ
ഈ വലിയൊരു ഡിസ്പ്ലേ ബോർഡുണ്ട്, ഇങ്ങനെ കടകടന്ന് കറങ്ങി മറിയുന്ന ബോർഡാണല്ലോ, ടൈമൊക്കെ ഇങ്ങനെ കടകടന്ന്, ഇന്നത്തെ പോലെ ഡിജിറ്റൽ ഇലക്ട്രോണിക് ഡിസ്പ്ലേ അല്ല. അതിൽ നോക്കുമ്പം 2:45-ന് 2:45-ന് ഗ്ലാസ്ഗോയിലേക്ക് ഒരു ട്രെയിൻ പോകുന്നുണ്ട്. ഈ ഗ്ലാസ്ഗോയിലേക്ക് പോകുന്നത് ലങ്കാസ്റ്റർ വഴിയാണെന്ന് എനിക്കറിയാം, കാരണം ലങ്കാസ്റ്റർ കഴിഞ്ഞ് ഞാൻ അടുത്തത് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥലം ഗ്ലാസ്ഗോയാണ്. അപ്പം ഗ്ലാസ്ഗോ ട്രെയിനിലേക്ക് തന്നെ കയറാൻ തീരുമാനിച്ചു. അപ്പോൾ അത് ഏത് പ്ലാറ്റ്ഫോമാണ് വരുന്നതെന്ന് അതിനകത്തുണ്ട്. ഞാൻ പെട്ടെന്ന് പോയി ടിക്കറ്റ് എടുത്തു, ലങ്കാസ്റ്ററിലേക്കുള്ള ടിക്കറ്റ് എടുത്തു. ഞാൻ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. പ്ലാറ്റ്ഫോമിൽ വരുമ്പം അതിഗംഭീരനൊരു ട്രെയിൻ കിടക്കുകയാണ്, നല്ല പളപള മിന്നുന്നൊരു ട്രെയിൻ. അതുവരെ ആ കാലത്തിനിടയ്ക്ക് ഞാൻ അത്രയും ഗംഭീര ട്രെയിൻ കണ്ടിട്ടില്ല. സത്യമാണ്, ആ 2005-ലാണ് ഞാൻ അത്രയും പ്രൗഢഗംഭീരമായൊരു ട്രെയിൻ ആദ്യമായിട്ട് കാണുന്നത്. അതിമനോഹരമായ ട്രെയിനാണ്. അതിൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട് വെർജിൻ നൈറ്റ്. ആ ട്രെയിനിൻ്റെ പേര് വെർജിൻ നൈറ്റ് എന്നാണ്. നൈറ്റ് എന്ന് പറഞ്ഞാൽ രാത്രിയല്ല, KNIGHT, നൈറ്റ്, പ്രഭു എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഈ വെർജിൻ നൈറ്റ് എന്ന് പറയുന്ന ട്രെയിന് വെർജിൻ കമ്പനിയുടേതാണ്. അക്കാലത്ത് ബ്രിട്ടനിൽ പ്രൈവറ്റ് കമ്പനികൾ ട്രെയിൻ സർവീസ് നടത്തുന്നുണ്ട്. വെർജിൻ അറ്റ്ലാന്റിക് എന്ന് പറയുന്ന എയർലൈനൊക്കെയുള്ള ആ കമ്പനി, റിച്ചാർഡ് ബ്രാൻസൻ്റെ ആ കമ്പനി അന്ന് വെർജിൻ ട്രെയിനുകൾ ഓടിക്കുന്നുണ്ട്. അത് ഈ വെർജിന് അതുവരെ ബ്രിട്ടീഷുകാർ അനുഭവിച്ചിട്ടില്ലാത്ത ലക്ഷറി അനുഭവിപ്പിക്കാൻ വേണ്ടിയിട്ട് റിച്ചാർഡ് ബ്രാൻസൺ കൊണ്ടുവന്ന ട്രെയിനാണ്. അപ്പോൾ അതിനകത്ത് ആഡംബരത്തിൻ്റെ അവസാന വാക്കാണ് ഈ ട്രെയിൻ തന്നെ. നമ്മളൊരു വിമാനയാത്രയേക്കാളൊക്കെ അതിഗംഭീരമാണ്, കാരണം വിമാനയാത്രയ്ക്ക് ഒത്തിരി പരിമിതികളുണ്ട്. ഇതല്ല, ഞാൻ അപ്പോൾ അവിടെ ഒരു ഉദ്യോഗസ്ഥൻ നിൽക്കുന്ന ആളോട്, ടിക്കറ്റ് എക്സാമിനറെ പോലെ ഒരാൾ യൂണിഫോമൊക്കെ ഇട്ട് അതിൽ നടക്കുന്നപ്പോൾ ചുവന്ന കോട്ടൊക്കെ ഇട്ടിരിക്കുന്നത്, ചുവന്ന ജാക്കറ്റൊക്കെ, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, ഇതാണ് എൻ്റെ ടിക്കറ്റ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു സെക്കൻഡ് ക്ലാസ് ടിക്കറ്റാണ്. ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ഉള്ളൂ അതിന്. അപ്പം നമുക്കിപ്പോൾ ഒരു 2.5 മണിക്കൂർ യാത്രയേ ഉള്ളൂ, അതിന് ഫസ്റ്റ് ക്ലാസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ചോദിച്ചു, ഇതെവിടെയാണ് ഈ സെക്കൻഡ് ക്ലാസ് കോച്ച്? അദ്ദേഹം പറഞ്ഞു, നേരെ നടന്നോളാൻ പറഞ്ഞു, അങ്ങറ്റത്ത് എഞ്ചിൻ്റെ തൊട്ട് പുറകിലാണ്, അപ്പോൾ കുറച്ചങ്ങ് മുമ്പോട്ട് നടക്കണം. അങ്ങനെ ഞാൻ നടക്കുമ്പോൾ കാണുന്നതെല്ലാം ഫസ്റ്റ് ക്ലാസ്സാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവിടുത്തെ സമ്പന്നരെ ഉദ്ദേശിച്ച് ഉണ്ടാക്കി വാങ്ങിച്ചിട്ടിരിക്കുന്ന ഓടുന്ന ട്രെയിനാണ്. ഈ ഗ്ലാസ്സിനകത്തോടെ നമുക്ക് ഈ ഫസ്റ്റ് ക്ലാസ്സിനകത്തെ ഫെസിലിറ്റിയൊക്കെ കാണാം. ഈ ഫസ്റ്റ് ക്ലാസ്സിനകം സാധാരണ ഒരു ട്രെയിനിനകത്തിരിക്കുന്നത് പോലെ മുമ്പോട്ട് തിരിഞ്ഞ് അല്ലെങ്കിൽ എല്ലാവരും ഒരു ബെഞ്ചിട്ട് ക്ലാസ് റൂമിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുകയല്ല. അന്ന് അതിപ്രൗഢമായ, നമുക്കൊരു ട്രെയിൻ യാത്രയിൽ സങ്കല്പിക്കാൻ കഴിയാത്ത ഫെസിലിറ്റികളുമായിട്ടായിരുന്നു അതിൻ്റെ ഫസ്റ്റ് ക്ലാസ്സൊക്കെ. അപ്പോൾ ഞാൻ ഈ പുറത്തുനിന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് പോകുന്നത്, കൊതിപ്പിക്കുന്ന കാഴ്ചകളകത്ത്. അതിനകത്ത് പരിചാരികമാരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, ഏത് സമയത്തും ഭക്ഷണം വിളമ്പാനും ഇവർ ആവശ്യപ്പെടുന്ന മദ്യം വിളമ്പി കൊടുക്കാനൊക്കെയുള്ള ഫെസിലിറ്റികളുണ്ട് അവിടെ. അങ്ങനെ ഞാൻ നടന്ന് സെക്കൻഡ് ക്ലാസ് കോച്ച് കണ്ടുപിടിച്ചു. അതിനകത്ത് ചെന്ന് കയറി. അതിനകത്ത് കയറുമ്പോൾ കയറി ചെല്ലുന്ന ഭാഗം ഒരു ലോഞ്ച് പോലെയാണ്. അവിടെ സീറ്റുകളില്ല, ഒരു ആളുകൾക്ക് വന്ന് നിൽക്കാവുന്ന ഒരു സ്ഥലം. അതിനോട് ചേർന്ന് 2 ടോയ്ലറ്റുകളാണ്, അതിഗംഭീര ടോയ്ലറ്റുകളാണ്. അത് കഴിഞ്ഞ് നമ്മൾ ചെല്ലുന്നത് കോച്ചിൻ്റെ മെയിൻ ഹാളിലേക്കാണ്. അവിടെയും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ആളുകൾക്ക് ഫേസ് ടു ഫേസ് ഇരിക്കാവുന്ന സ്ഥലങ്ങളുണ്ട്, അതായത് നടുക്കൊരു മേശ, അപ്പുറത്തും ഇപ്പുറത്തും ഫേസ് ടു ഫേസ് ആയിട്ടിരിക്കും. ഇപ്പം വന്ദേ ഭാരതിലൊക്കെ ആ ഒരു സിസ്റ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ ഈ വന്ദേ ഭാരത് ഇന്ത്യയിലെ അത്ഭുതപ്പെടുത്തുന്ന റെയിൽവേ സംവിധാനമാണെന്ന് പറയുമ്പോൾ പോലും ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. ഇപ്പോഴും അത് പുറത്ത് പറയാൻ എനിക്ക് ഇതുവരെ ധൈര്യം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാജ്യത്തുണ്ടായ ഒരു നേട്ടത്തെയും ഇയാൾ അംഗീകരിക്കില്ലേ എന്ന് ആളുകൾ ചോദിക്കും എന്നുള്ളത് കൊണ്ട് അത് പറയണ്ട എന്ന് ഞാൻ മനഃപൂർവ്വം തീരുമാനിച്ചത്. പക്ഷേ ഇപ്പോഴും നമുക്കറിയാം, വന്ദേ ഭാരത് ഒരു പെർഫെക്ഷനുള്ള ഒരു റെയിൽവേ, ഒരു ട്രെയിൻ കോച്ചൊന്നുമല്ല. പ്ലാറ്റ്ഫോമിലേക്ക് വന്ദേ ഭാരത് വന്നെടുക്കുമ്പോൾ പോലും നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ആ കോച്ചുകളുടെ ഫിനിഷിങ് പോലും ചളുക്കമുള്ള, അല്ലെങ്കിൽ പൂർണ്ണമായ പെർഫെക്ഷൻ ഇല്ലാത്ത ഒരു വണ്ടിയാണ് വരുന്നതെന്ന് തോന്നും. അതിനകത്തെ പല ജോയിൻറ്റുകളും, അല്ലെങ്കിൽ അതിനകത്തെ സീലിങ്, അല്ലെങ്കിൽ ചുവര്, അല്ലെങ്കിൽ നിലത്തിൻ്റെ കോർണറുകൾ, ഇതിനൊന്നും ഒരു ലോക നിലവാരത്തിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. തീർച്ചയായും വന്ദേ ഭാരത് ഇന്ത്യയിൽ വലിയൊരു വിപ്ലവം, വലിയൊരു കുതിച്ചാട്ടമാണെന്നുള്ളത് ഞാൻ അംഗീകരിക്കുമ്പോൾ തന്നെ, ഞാൻ ഈ 2005-ൽ ഞാൻ യാത്ര ചെയ്ത ഈ വെർജിൻ്റെ ഈ ട്രെയിനിൻ്റെ ഒരു പെർഫെക്ഷൻ്റെ അടുത്തെത്തണമെങ്കിൽ നമ്മൾ ഇനിയും ഏറെ മുമ്പോട്ട് പോകാനുണ്ടെന്ന് എനിക്ക് തോന്നും. ഇത് നാടിനെ കുറ്റം പറയാൻ വേണ്ടി പറയുന്നതല്ല, ഈ ലോക നിലവാരത്തിലേക്ക് നമ്മളുടെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി, നമ്മുടെ റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ, റെയിൽവേ മാനുഫാക്ചർ ചെയ്യുന്ന കേന്ദ്രങ്ങൾ ഇനിയും വളരാനുണ്ടെന്നുള്ള എൻ്റെ സൂചനയാണ്. ഇപ്പോഴും നമുക്കറിയാം, ഒരു വർഷത്തിനകം ഇപ്പോൾ വന്ദേ ഭാരതിനകത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അതിനകം ആദ്യത്തെ ആ മികവില്ലാതെ, പകിട്ടില്ലാതെ, മുഷിഞ്ഞു തുടങ്ങിയ സംവിധാനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും ആഡംബരത്തെന്ന് പറഞ്ഞാൽ ഗംഭീരമായ ട്രെയിൻ തന്നെയാണെന്നുള്ളത് ഒരു സംശയമില്ല. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്കും ട്രെയിൻ ഓടി തുടങ്ങി. ടിക്കറ്റ് എക്സാമിനറെ പോലെ ഒരാൾ വരുന്നു. ടിക്കറ്റ് എക്സാമിനറല്ല അയാളൊരു പരിചാരകനാണ്. വന്നിട്ട് നമ്മുടെ കുശലം അന്വേഷിക്കുന്നു, ടിക്കറ്റ് മേടിച്ച് നോക്കുന്നു, കുടിക്കാൻ എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നു, കഴിക്കാൻ എപ്പോഴാണ് വേണ്ടതെന്ന് പറയണമെന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ കുശലമെല്ലാം അന്വേഷിച്ച് നമ്മുടെ ഒരു ടിക്കറ്റ് എക്സാമിനർ എന്നുള്ള കൺസെപ്റ്റ് തന്നെ മാറ്റുന്ന ഒരു അനുഭവത്തിൽ ഇങ്ങനെ ഓടുമ്പോൾ നഗരം പിന്നിലാവുന്നു. പിന്നെ പുൽമേടുകൾ, പിന്നെ കൃഷിയിടങ്ങൾ, പിന്നെ വ്യവസായശാലകൾ, പിന്നെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ, ചെറിയ പട്ടണങ്ങൾ,
പട്ടണങ്ങളിലെ ഈ കല്ലുകൊണ്ട് പടുത്ത പൗരാണിക രൂപത്തിലുള്ള കെട്ടിടങ്ങൾ, ഇതൊക്കെ പല സ്റ്റേഷനുകളും വണ്ടി നിർത്തുന്നുണ്ട്, ഓടുന്നു, വീണ്ടും പോകുന്നു. പുൽമേടുകൾ, സുന്ദരമായ പ്രകൃതി, കനാലുകളിലൂടെ ഒഴുകുന്ന ബോട്ടുകൾ, ഹൗസ് ബോട്ടുകൾ, ഇങ്ങനെയുള്ള കാഴ്ചകളെല്ലാം കണ്ട് കുറേശ്ശെ കഴിഞ്ഞപ്പോഴത്തേക്കും നേരം പയ്യെ ഇരുണ്ടിരുണ്ടിന് വന്നു. ഒരു 5 മണിയായപ്പോഴത്തേക്കും നല്ല ഇരുട്ടായി. ഇരുട്ടിലാണ് ട്രെയിൻ പോയി ലങ്കാസ്റ്റർ സ്റ്റേഷനിൽ പോയി നിൽക്കുന്നത്. ഞാൻ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങുമ്പോൾ ഒരു 2-3 പേരെ ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. ഞാനിവിടുന്ന് പുറത്തേക്ക് നടന്നു. പുറത്തേക്കുള്ള വഴി പോലും കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടി. സ്റ്റേഷൻ്റെ മുന്നിലേക്ക് എത്തി. അങ്ങനെ നിന്നു. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ കുറേ ടാക്സികൾ കാണും. ഏത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് കുറേ ടാക്സി കാണുമല്ലോ. ഇവിടെ ഒരൊറ്റ ടാക്സി ഇല്ല. ഞാൻ കാത്തു നിന്നു. എൻ്റെ കൂടെ വന്നിറങ്ങിയ 2-3 പേരുണ്ടായിരുന്നത് അവരെങ്ങോട്ടോ ഇറങ്ങി അങ്ങ് പോയി. പിന്നെ ഞാൻ മാത്രമായി അവിടെ. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്, നല്ല തണുപ്പ്, മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നു. കുറേ നേരം നിന്നു. അപ്പം ഈ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ വണ്ടികൾ 2 ഹെഡ്ലൈറ്റുമായിട്ട് ഇങ്ങനെ വരും. ഞാൻ പ്രതീക്ഷിക്കും അതൊരു ടാക്സി ആയിരിക്കുമെന്ന്. അവൻ വന്നങ്ങ് പോവും. അത് ടാക്സി ആയിരുന്നില്ല. അങ്ങനെ ഒരു 20-25 മിനിറ്റ് ഞാനവിടെ നിന്നു. ഒരു ടാക്സിയും വന്നില്ല. അവസാനം നടക്കാൻ തീരുമാനിച്ചു. കുറേ നടന്നു കഴിഞ്ഞിട്ട് ഒരു മനുഷ്യനെയും കാണുന്നില്ല. നടന്നൊരു ജംഗ്ഷനിലേക്ക് എത്തുന്നു. ഇനി എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് ഐഡിയ ഇല്ല. നല്ല ഇരുട്ട്. ഇതിൽ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാൾ കുടയൊക്കെ ചൂടി നടന്നു വരുന്നു. ഞാൻ അയാളോട് ചോദിച്ചു, വളരെ ഭവ്യതയോടെ ഞാൻ ചോദിച്ചു, ഈ ടൗൺ സ്ക്വയറിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? ടൗൺ സ്ക്വയറിലേക്കുള്ള വഴി ഏതാണ്? അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒന്നും മിണ്ടിയൊന്നുമില്ല, ഇങ്ങനെ കൈ കാണിച്ചു, ചൂണ്ടിക്കാണിച്ചു. ഞാൻ ആ വഴിക്ക് നടന്നു. അങ്ങനെ കുറേ നടന്നു. 1-2 പേരോട് പലയിടത്ത് വെച്ച് വഴി ചോദിച്ച് ഒടുവിൽ നമ്മൾ ധാരാളം കെട്ടിടങ്ങളും കുറേയേറെ ഷോപ്പുകളും ഒക്കെയുള്ള വലിയ ഒരു സ്ക്വയറിൻ്റെ സമീപത്തേക്ക് എത്തുന്നു. അവിടെ എത്തിക്കഴിഞ്ഞും ഞാൻ നിൽക്കുകയാണ്. എനിക്ക് ഇവിടുത്തെ റോയൽ കിങ് സാംസ് ഹോട്ടൽ കണ്ടുപിടിക്കണം. റോയൽ കിങ് സാംസ് ഹോട്ടലിലാണ് ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ബുക്ക് ചെയ്യുമ്പം എനിക്ക് വലിയ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഈ ഹോട്ടലിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ, അത് എവിടെയാണെന്ന് അറിയാൻ വേണ്ടി അന്വേഷിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. വലിയ ചരിത്രമുള്ളൊരു ഹോട്ടലായത്. 1600കളിൽ പണിതൊരു ഹോട്ടലാണ്. 400 കൊല്ലത്തിൻ്റെ ചരിത്രമുള്ളൊരു ഹോട്ടൽ. 400 കൊല്ലവും ഹോട്ടലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം, ഒരു സത്രമായിരുന്നു ദീർഘകാലം. അങ്ങനെ ഞാൻ വഴിയരികിൽ നിന്ന് ഇങ്ങനെ മാപ്പും പിടിച്ച് ഇങ്ങനെ പല ദിശയിൽ തിരിച്ചു നോക്കുന്നു, മറിച്ച് നോക്കുന്നു. ഒരെത്തും പിടിയും കിട്ടുന്നില്ല, മനുഷ്യർ വരുന്നില്ല. ഈ തണുപ്പ് കാലം ആയിക്കഴിഞ്ഞാൽ ഇത്തരം രാജ്യങ്ങളിലൊന്നും മനുഷ്യരെ കാണാൻ കിട്ടില്ല. എല്ലാവരും മുറിയടച്ച് അല്ലെങ്കിൽ ഒന്നെങ്കിൽ വീട്ടിനകത്ത് കയറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിനകത്തുണ്ടാവും, പുറത്താരും കാണില്ല. അങ്ങനെ ഞാൻ നിൽക്കുമ്പോൾ ഒരാൾ നടന്നു വരുന്നു. ആ നടന്നു വരുന്ന ആൾ ഞാൻ ചോദിച്ചു, ഈ റോയൽ കിങ് സാം ഹോട്ടൽ എവിടെയാണെന്നറിയാമോ? അദ്ദേഹം എൻ്റെ നേരെ ഒന്ന് ഇങ്ങനെ അടിമുടി ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, പുറകോട്ട് തിരിഞ്ഞ് നോക്കാൻ പറഞ്ഞു. നോക്കുമ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ റോയൽ കിങ് സാം ഹോട്ടലിൻ്റെ മുമ്പിൽ തന്നെയാണ്. റോയൽ കിങ് സാംസ് ഹോട്ടൽ കണ്ടുപിടിച്ചിരിക്കുന്നു. അത് പഴയൊരു കെട്ടിടമാണ്. നേരത്തെ നമ്മൾ ജോർജ് ഇൻ എന്ന് പറഞ്ഞ ഹോട്ടലിലെ കാര്യം പറഞ്ഞല്ലോ, എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ഹോട്ടലാണ്. അതിനകത്തേക്ക് കയറി ചെന്നു. അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ നല്ല സുഖമാണ്. ചൂടാക്കിയിട്ടിരിക്കുന്ന ലോബി, പുറത്ത് കൊട്ടും തണുപ്പിൽ നിന്ന് നമ്മൾ കയറി ചെല്ലുന്നത്. അവിടെ റിസപ്ഷനുണ്ട്, അവിടെ ഒരു സ്ത്രീയുണ്ട്, ഒരു ലേഡി. ഞാൻ അവരുടെ അടുത്ത് ചെന്നു, എൻ്റെ ബുക്കിംഗ് വൗച്ചർ കൊടുത്തു. അവരൊന്നും മിണ്ടിയൊന്നുമില്ല. അവർ നോക്കി, ഞാൻ സൈൻ ചെയ്ത് കൊടുക്കേണ്ട കുറേ ഭാഗങ്ങൾ സൈൻ ചെയ്ത് കൊടുത്തു. ഒരു കീ എടുത്ത് തന്നു. എന്നിട്ട് പറഞ്ഞു 3-ാം നിലയിലാണ്. എൻ്റെ മുറിയിലേക്ക് ചെല്ലുന്നു. വാതിൽ തുറന്നകത്ത് കയറുന്നു. നല്ല ഗംഭീര കേട്ടോ. ഇത് മോഡേൺ ആക്കിയതാണ്. മോഡേൺ ആക്കിയെന്ന് പറഞ്ഞാൽ ഫെസിലിറ്റികളെല്ലാം മോഡേൺ ആക്കി, എല്ലാ ഫെസിലിറ്റി ഉണ്ട്. എന്നാൽ പഴയ ആ പ്രതാപം ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നു. ഞാൻ മുറിക്കകത്ത് ചെറിയ മുറിയാണ്, പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നല്ല വൃത്തിയുണ്ട്, നല്ല ഗാംഭീര്യമുള്ള മുറി. ഞാൻ ലഗേജൊക്കെ എടുത്ത് കൊണ്ട് വെച്ചു. പക്ഷേ നല്ല വിശപ്പാണ് എനിക്ക്, ഭീകരമായ വിശപ്പ്. അപ്പോൾ എവിടുന്നേലും ഭക്ഷണം കഴിക്കണം, പെട്ടെന്ന് പുറത്തിറങ്ങണം. പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പെട്ടെന്ന് ഇറങ്ങുമ്പോൾ ആ ഭിത്തിയിൽ ഒരു ഫലകം, ഒരു ചെറിയൊരു പ്ലേറ്റ്, അതിൽ എച്ച് ചെയ്തിരിക്കുന്നു, ഈ മുറിയിൽ നിരവധി പ്രശസ്തർ വന്ന് താമസിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? അതിലേറ്റവും പ്രശസ്തനായ ഒരു വ്യക്തിയെ നിങ്ങളറിയും. ചാൾസ് ഡിക്കൻസ് എന്ന വിഖ്യാതനായ ബ്രിട്ടീഷ് നോവലിസ്റ്റ്. അദ്ദേഹം സ്ഥിരമായി ഇവിടെ വരികയും ഈ മുറി അദ്ദേഹം താമസത്തിന് തിരഞ്ഞെടുക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പല സൃഷ്ടികൾക്കും വേദിയായ ഒരു മുറിയിലാണ് നിങ്ങളിന്ന് താമസിക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ വാചകം. ഒരു രോമാഞ്ചം ഉണ്ടല്ലോ, ശരീരത്തിൻ്റെ കാലിൻ്റെ അടിയിൽ നിന്നൊരു തരിപ്പിങ്ങനെ കയറി വന്നു. ചാൾസ് ഡിക്കൻസ് എന്ന് പറയുന്ന ലോകപ്രശസ്തനായ പ്രതിഭാശാലിയായ സാഹിത്യകാരൻ താമസിച്ചിട്ടുള്ളൊരു മുറിയിലാണ് ഞാനിന്ന് താമസിക്കാൻ പോകുന്നത്. പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, ചാൾസ് ഡിക്കൻസ് മാത്രമല്ല, ബ്രിട്ടീഷ് രാജാവായിരുന്ന റിച്ചാർഡ് 7-ാമൻ അദ്ദേഹം സ്ഥിരമായി വന്ന് താമസിച്ചിരുന്ന ഹോട്ടലായത്. അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്വീറ്റ് റൂം തന്നെ ഈ ഹോട്ടലിലുണ്ടായിരുന്നു. അതുപോലെ ഏതോ ഒരു കാലഘട്ടത്തിലെ രാജ്ഞി സ്ഥിരമായി വരുമ്പോൾ ഈ വഴിക്ക് വരുമ്പോൾ ഇവിടെ താമസിക്കുമായിരുന്നു. നിരവധി രാജാക്കന്മാർ, ലിയോ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി രാജാവ്, അദ്ദേഹം സ്ഥിരമായി താമസിച്ചിരുന്ന ഈ ഹോട്ടലാണ്. അതായത് ഒരു കാലഘട്ടത്തിലെ പ്രഭുക്കന്മാരുടെ, ഇവിടുത്തെ വരേണ്യവർഗത്തിൻ്റെ താമസ ഇടമായിരുന്നു ഇത്.
അവരുടെ കുതിരവണ്ടികളുടെ ഒരു ഘോഷയാത്രയായിട്ട് വരുമ്പോൾ കുതിരവണ്ടികളെല്ലാം കുതിരകളെയും കുതിരവണ്ടികളെയും ഒക്കെ സംരക്ഷിക്കാനുള്ള യാർഡ്, അതിനുള്ള ഷെഡ്, അതിനുള്ള ഫെസിലിറ്റികൾ, കുതിരക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യം, ഒപ്പം ഈ പ്രഭുക്കന്മാർക്കും രാജാക്കന്മാർക്കും താമസിക്കാനുള്ള മുറികൾ ഒക്കെയായി ഏതാണ്ട് 10-70 മുറികളുള്ള വമ്പനൊരു ഹോട്ടലായിരുന്നു ഒരു കാലത്ത് ഇത്. ഇപ്പോഴും അതേ പ്രതാപത്തോടെ നിലനിൽക്കുകയാണ്. അപ്പോൾ ചരിത്രമുള്ള കഥ പറയാനുള്ള ഒരു മുറിയിലാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. വലിയ ആവേശമായി. അപ്പോൾ ഞാൻ ആ ആവേശത്തോടെ തന്നെ മുറിയുടെ കുറേ ഷോട്ടുകളൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി, തെരുവിലേക്ക് ഇറങ്ങി. പല കടകളുടെ അകത്ത് ലൈറ്റുണ്ട്, പക്ഷേ അടഞ്ഞാണ് കിടക്കുന്നത്. അവിടെയൊക്കെ ചില്ലിട്ടിരിക്കുക ഫ്രണ്ടിൽ. ഷട്ടർ താത്തുന്ന പരിപാടിയില്ല. ഷട്ടർ താത്തിയ കടകളെ നമ്മൾ കാണില്ല ഇത്തരം രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പം. എല്ലാ കടയ്ക്കകത്തും ലൈറ്റുണ്ട്, പക്ഷേ ഒന്നും തുറന്നിട്ടുണ്ടാവില്ല. അവിടെ ഈ കള്ളന്മാർ ചില്ല് പൊട്ടിച്ച് അകത്ത് കയറി സാധനം എടുത്തുകൊണ്ട് പോയില്ലെന്നൊക്കെ എനിക്ക് അന്ന് സംശയം ഉണ്ടായിരുന്നു. പിന്നീട് നമുക്ക് മനസ്സിലായി അതൊന്നും അത്ര സ്ഥലങ്ങളിൽ നടക്കാറില്ല എന്ന്. അങ്ങനെ നടന്നു, കുറേ നടന്നു. ഒരു തെരുവ് കഴിഞ്ഞു, അടുത്ത തെരുവിൽ, അടുത്ത തെരുവ് കഴിഞ്ഞു, പിന്നത്തെ തെരുവിൽ. ഒരിടത്തും ഒരു റെസ്റ്റോറൻറ്റ് തുറന്നിട്ടില്ല. എന്താ കഥ? ഇവിടെ ആരും ഭക്ഷണം കഴിക്കില്ലേ? അങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ ഒരു ജംഗ്ഷനിൽ നിൽക്കുമ്പം മറ്റൊരു ഇടത്തെരുവിൽ കുറച്ച് ആളുകൾ, 2-3 ആളുകൾ തെരുവിലേക്ക് ഇറങ്ങി നിന്നിട്ട്, തെരുവിലല്ല വഴിയരികിലേക്ക് നിന്നിട്ട് സിഗരറ്റ് വലിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു കുറച്ച് വെളിച്ചമുണ്ട്. അവരങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഭക്ഷണശാലയോ എന്തെങ്കിലും ഒരു സാധനം കാണുമല്ലോ. ഞാൻ അങ്ങോട്ട് നടന്നു. അവിടെ ചെല്ലുമ്പം ഒരു കട തുറന്നിരിക്കുകയാണ്. അതൊരു റെസ്റ്റോറൻ്റ് അല്ല, പക്ഷേ അതിനകത്ത് കുറച്ച് ആളുകൾ ഇരിക്കുന്നുണ്ട്. മേശ ഇട്ട് കസേരകളൊക്കെ ഇട്ട് റെസ്റ്റോറൻറ്റിലെ പോലെ ആളുകൾ ഇരിക്കുന്നുണ്ട്. പക്ഷേ റെസ്റ്റോറൻ്റ് ഒന്നും ബോർഡില്ല. ഞാൻ അതിനകത്തേക്ക് കയറി. അപ്പോൾ റെസ്റ്റോറൻറ്റിനകത്ത് കൗണ്ടർ പോലൊരു ഭാഗമുണ്ട്. അവിടെ കുറേ വമ്പൻ ഭരണികൾ പോലത്തെ പാത്രങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നത്. അതിനകത്തുനിന്ന് പുറത്തേക്ക് തവിയുടെ ഒരു അറ്റം ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. ബൊഫേ ടേബിളുകളിൽ നമുക്കറിയാമല്ലോ, സൂപ്പ് അല്ലെങ്കിൽ പൊറിഡ്ജ് ഒക്കെ വെക്കുന്ന പാത്രം പോലത്തെ ഉരുളൻ പാത്രങ്ങളാണ്. ഒരു 6-7 പാത്രങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നു. ഈ കൗണ്ടറിൻ്റെ മറ്റേ സൈഡിൽ ഒരു പ്രായമായ ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്. ഞാനങ്ങ് കയറി ചെല്ലുമ്പോൾ തന്നെ ഈ വൃദ്ധൻ വളരെ രൂക്ഷമായിട്ട് എന്നെ നോക്കുന്നുണ്ട്. കൂടാതെ ഞാൻ കയറി ചെന്നപ്പോൾ അവിടെ ഇരുന്നവരൊക്കെ വർത്തമാനം പറയുന്നത് പെട്ടെന്ന് അങ്ങ് നിർത്തിയിട്ട് എന്നെ എല്ലാവരും നോക്കുകയാണ്. ഇതെന്താ ഇവനിവിടെ എന്നുള്ള മട്ടിലുള്ളൊരു നോട്ടമാണ്. എനിക്കത് മനസ്സിലായി. ഭരണികളുടെ മുഴുവൻ, ഭരണിയല്ല കുടം എന്ന് വേണേൽ പറയാം, ഈ കുടങ്ങളാണ്. ഈ കുടങ്ങളുടെ മുകളിൽ ചില പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം സൂപ്പാണ്, സൂപ്പ് കടയാണിത്. ഞാൻ ഇങ്ങേരോട് ചോദിച്ചു, ഇതെല്ലാം സൂപ്പാണോ? അപ്പോൾ അദ്ദേഹം തലയാട്ടി. അപ്പോൾ ഞാൻ അതിലെ ഒരു സൂപ്പ് ഞാൻ ചോദിച്ചിട്ട് ഇതെന്ത് സൂപ്പാണ്? അപ്പോൾ അദ്ദേഹം ഒരു പേര് പറഞ്ഞു. എനിക്കത് മനസ്സിലായില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ബ്രിട്ടീഷുകാരുടെ ഉച്ചാരണം പലപ്പോഴും ചില കാര്യങ്ങൾ നമുക്ക് പിടികിട്ടിയില്ല. അവരുടെ ഉച്ചാരണം മോശമായതുകൊണ്ടല്ല, നമ്മുടെ ഇംഗ്ലീഷ് മോശമായതുകൊണ്ടാണ്. ഞാൻ വീണ്ടും ഒന്നുകൂടെ എടുത്ത് ചോദിച്ചു. അപ്പോൾ അയാൾ ഒരു ഷൗട്ട് ചെയ്യുന്ന മട്ടിൽ ആ പേരൊന്നുകൂടെ പറഞ്ഞു. അപ്പോൾ വീണ്ടും ഇവിടെ ഈ സൂപ്പ് കുടിച്ചുകൊണ്ടിരുന്നവരെല്ലാം സൂപ്പ് കൂടിയും വർത്തമാനം പറഞ്ഞ് നിർത്തിയിട്ട് എന്നെ നോക്കായി. ചിലർ ചിരിക്കുന്നു. ഈ 8-9 ഈ പാത്രങ്ങളുടെയും മുകളിലുള്ള പേരിങ്ങനെ വായിച്ചു. അപ്പോൾ അതിനകത്ത് ലാമ്പ് എന്നതെന്ന് പറഞ്ഞൊരു സംഭവം കണ്ടു. വേറെ എന്തൊക്കെയും കൂടെ ഉണ്ട്, ലാമ്പ് എന്നൊരു വാക്കൂടെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കിത് മതി. ഞാൻ ആ ഭരണി, ആ ഒരു കുടമുണ്ടല്ലോ, ആ കുടത്തിൽ ഞാൻ പറഞ്ഞിട്ട് ഇത് മതി എന്ന് പറഞ്ഞ് ഞാൻ തൊട്ടു. ഈ മനുഷ്യൻ ഒരൊറ്റ ഷൗട്ടിങ്ങാണ്, യു ടച്ച്ഡ് മൈ പോട്ട്, നീ എൻ്റെ കുടത്തിൽ തൊട്ടോ എന്നാണ് ചോദ്യം. ഉടനെ ബാക്കിയുള്ളവരെല്ലാം കൂടി ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നു. ഇവിടെ ഇപ്പോൾ ഒരു അടി നടക്കാൻ പോകുന്നുള്ള മട്ടില്ല. ഞാനങ്ങോട്ട് വല്ലാണ്ടായിപ്പോയി. ഇയാൾ വീണ്ടും ചോദിക്കുകയാണ്, യു ടച്ച്ഡ് മൈ പോട്ട്, ഗെറ്റ് ഔട്ട്, പുറത്തിറങ്ങ്, നിനക്കിവിടെ സൂപ്പില്ല. ഈ സൂപ്പാ വേണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ഞാനൊന്ന് തൊട്ടന്നേ ഉള്ളൂ, കുടത്തേൽ ഞാനൊന്ന് തൊട്ടന്നേ ഉള്ളൂ. അപ്പോൾ എനിക്കൊരു സംശയമായി, ഇത് ഇവിടുത്തെ വലിയൊരു അനാചാരമാണോ? സൂപ്പിൻ്റെ കുടത്തിൽ പാത്രത്തിൽ തൊടുക എന്ന് പറയുന്നത് വലിയൊരു മര്യാദകേടാണോ? എനിക്ക് മനസ്സിലായില്ല, എനിക്ക് അറിയില്ലായിരുന്നല്ലോ. ഇയാൾ വീണ്ടും പറഞ്ഞു, ഗെറ്റ് ഔട്ട്, ഇവിടെ നിനക്ക് തരാൻ സൂപ്പില്ല. ഞാൻ അവിടുന്ന് പുറത്തിറങ്ങി. ജീവിതത്തിൽ മറ്റൊരിടത്തും എനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള അനുഭവമാണ്. ഒരു സൂപ്പിൻ്റെ പാത്രത്തിൽ ഞാൻ തൊട്ടു എന്നതിൻ്റെ പേരിൽ എന്നെ ആ ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഇദ്ദേഹം എന്നെ കടയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. ഒന്നാമതേ വിശന്ന് പൊരിഞ്ഞാണ് ഞാൻ ചെന്നിരിക്കുന്നത്, നല്ല തണുപ്പ്, അതിനിടയ്ക്ക് ഒരു അപമാനം. ആ നിരാശയോടെ ഞാൻ ആ തണുപ്പിലൂടെ നടന്നു. അപ്പം ഞാൻ ചിന്തിച്ചു, ഈ 2005 ഇതാണെങ്കിൽ 1800-കളിലും 1900-ൻ്റെ ആദ്യകാലത്തും ഒക്കെ നമ്മുടെ മഹാത്മാഗാന്ധി പീറ്റർ മാരിറ്റ്സ്ബർഗിലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അനുഭവിച്ചതും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഇന്ത്യക്കാർ ദീർഘകാലം ഈ ബ്രിട്ടീഷുകാരിൽ നിന്ന് അനുഭവിച്ചതുമൊക്കെ ഇതേപോലത്തെ പരിഹാസങ്ങളായിരുന്നില്ലേ? ഇതേപോലത്തെ അവഗണനകളായിരുന്നില്ലേ? ഇതേപോലത്തെ ക്രൂരമായ പെരുമാറ്റമായിരുന്നിരിക്കില്ലേ? നമ്മുടെ നാട്ടിൽ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാലും അവർ മനുഷ്യരായിട്ട് കാണാതെ ഇത്ര നിന്ദ്യമായിട്ട് പെരുമാറി എന്നതായിരിക്കില്ലേ ഇന്ത്യക്കാരെ മുഴുവൻ അവർക്കെതിരാക്കി മാറ്റിയിട്ടുണ്ടാവുക. അവർ ഭരിച്ച നാടുകളിൽ നിന്നെല്ലാം അവരെ ഒഴിവാക്കി വിട്ടിട്ടുണ്ടാവുക. ഇതൊക്കെ തന്നെ ആയിരിക്കില്ലേ സൗത്ത് ആഫ്രിക്കയിലെ കോടാനുകോടി മനുഷ്യർ വർണ്ണവിവേചനം എന്ന പേരിൽ അനുഭവിച്ചത്? ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് അപമാനഭാരത്തോടെ കുനിഞ്ഞ ശിരസ്സുമായിട്ട്
ആ തണുത്ത പാതയിലൂടെ ഭക്ഷണം അന്വേഷിച്ച് ഞാൻ നടന്നു.